പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്ന് ദിവികാരുണ്യ സന്നിധിയിൽ നമുക്കായിരിക്കുമ്പോൾ ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയോട് ഒപ്പം നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലുമായി നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഇത് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോട് കൂടെ കെദ്രോൺ അരുവിയുടെ അക്കരെ എത്തി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്തു വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്തേ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈശോയുടെ പീഡാസഹനത്തിന്റെ തൊട്ടു മുൻപില് ഈശോ തന്നെ തന്നെ ശക്തീകരിക്കുവാൻ ദൈവപിതാവിനോടൊത്ത് തൻ്റെ പതിവ് പ്രാർത്ഥനാ മണിക്കൂറിലേക്ക് ഈശോ പ്രവേശിക്കുകയാണ്. ഗത്സമേൻ തോട്ടത്തിലേക്ക് പതിവ് പോലെ ശിഷ്യന്മാരോടൊപ്പം അവിടുന്ന് കടന്നു വന്നു. ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം അവിടുന്ന് മുന്നോട്ട് മാറി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. ഈശോ മുന്നോട്ട് പോയി മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ആ സാന്നിധ്യത്തെ നമുക്കൊന്ന് കണ്ണിൽ കാണാം. പിതാവിന്റെ മുഖം ഈശോ കാണുകയാണ്. ഈശോയുടെ തിരുമുഖം നമുക്കൊന്ന് കാണാം. കർത്താവിനെ നമുക്ക് ഉറ്റുവീക്ഷിക്കാം. അവിടുന്ന് വേദനയാൽ നെടുവീർപ്പിടുകയാണ്. മനുഷ്യപാപങ്ങളുടെ പരിഹാര ബലിയായി സ്വയം സമർപ്പിക്കപ്പെടുന്ന നിമിഷങ്ങൾ, തൊട്ടടുത്തു തന്നെ കുരിശിൽ തന്റെ ജീവൻ സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ഈ നിമിഷങ്ങളിൽ ആ മരണകരമായ വേദന മുഴുവൻ ആത്മാവിലേക്ക് അവിടുന്ന് അനുഭവിച്ചപ്പോൾ ശരീരം വിയർത്തു. രക്തത്തുള്ളികൾ പോലെ ആ വിയർപ്പ് കണങ്ങൾ താഴെ വീഴുകയാണ്. ഈശോ പിതാവിനോട് നെടുവീർപ്പോടെ അപേക്ഷിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ. ഈശോ അത് പറയുമ്പോഴേ തന്നെ ഈശോ മനസ്സിലാക്കുകയാണ്, അതല്ല, പിതാവിന്റെ ഹിതമാണ് താൻ കുരിശിൽ ബലിയാക്കപ്പെടണമെന്നുള്ളത്.
തന്നെ തന്നെ കുരിശിൽ സമർപ്പിച്ച് പരിഹാരമായി താൻ അർപ്പിക്കപ്പെടണമെന്ന് അല്പം മുമ്പ് താൻ പറഞ്ഞ വചസ്സുകൾ, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, അനേകരുടെ പാപത്തിന്റെ മോചനത്തിനായി നൽകപ്പെടുന്ന ശരീരം, ചിന്തപ്പെടുന്ന രക്തം. ആ ബോധ്യത്തോടെ ഈശോ പറയുകയാണ്, പിതാവേ, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഈശോയുടെ ഈ ഒരു മനസ്സ് നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവഹിതം നിറവേറ്റുവാനുള്ള ഒരാഗ്രഹം ഈ മണിക്കൂറിൽ നമുക്ക് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. ഈശോയെ, ഈ തിരുമണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ ഗത്സമേൻ തോട്ടത്തിലെ മരണകരമായ വേദനയുടെ മണിക്കൂറിലും പിതാവിൻ്റെ തിരുഹിതത്തെ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ അവിടുന്ന് ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും, ഏത് പ്രതിസന്ധികളിലും, ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവ തിരുമനസ്സിന് വിധേയപ്പെടുവാൻ, ദൈവഹിതം നിറവേറ്റുവാനുള്ള വലിയൊരു ശക്തിയും കരുത്തും ഒരാഗ്രഹവും ഒരു മനസ്സുമൊക്കെ ഞങ്ങൾക്ക് തരണമേ എന്ന് ഈ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തീഷ്ണത നമുക്ക് ഓർക്കാം. ഈശോ തന്നെ തന്നെ ഒരുക്കുകയാണ്. താൻ ഏറ്റെടുക്കേണ്ട പീഡാസഹനങ്ങൾ തൊട്ടടുത്തു തന്നെ തൻ്റെ പ്രിയ ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുക്കും. മറ്റു ശിഷ്യന്മാരൊക്കെ തന്നെ വിട്ടകലും. ഈശോ കണ്ണിൽ കാണുകയാണ്. എല്ലാവരും ഓടിപ്പോകുമ്പോഴും എല്ലാവരും തള്ളിപ്പറയുമ്പോഴും താൻ നിർവഹിക്കേണ്ട, ഒറ്റയ്ക്ക് പൂർത്തിയാക്കേണ്ട ഒരു ദൗത്യം, കുരിശു വഹിച്ചുകൊണ്ടുള്ള യാത്ര, അതിനു മുൻപേ താൻ ഏൽക്കേണ്ട ശാരീരിക പീഡകള്, ചമ്മട്ടിയടി, മുൾക്കിരീട ധാരണം, ഇതെല്ലാം ഈശോ കണ്ണിൽ കാണുകയാണ്. എത്രമാത്രം ദുസ്സഹമായ ഒരു വേദനയുടെ നിമിഷങ്ങളാണ് ശാരീരികമായി തന്നെ സമീപിക്കുന്നത്. അതിനേക്കാൾ മാനസികമായൊരു വ്യഥ അവിടുത്തെ പീഡിപ്പിക്കുകയാണ്. താൻ ആർക്കുവേണ്ടി ജീവൻ സമർപ്പിക്കുന്നുവോ, ആർക്കുവേണ്ടി താൻ തന്നെ തന്നെ സമർപ്പിക്കുന്നുവോ, ആ മനുഷ്യവർഗം തന്നോട് കാണിക്കാനിരിക്കുന്ന അവഗണനയും നിന്ദനവും, തൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ താൻ അവർക്ക് വേണ്ടി ബലിയായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ തന്നെ തള്ളിപ്പറഞ്ഞകലുന്ന, തന്നെ ദ്രോഹിക്കുന്ന, തന്നെ ദുഷിക്കുന്ന മനുഷ്യവംശത്തെ, തന്നെ ഉപേക്ഷിച്ചു പോകുന്ന നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് കണ്ണിൽ കണ്ടു. അവിടുത്തെ വ്യഥ, അവിടുത്തെ മനോവ്യഥ നമ്മുടെ ഓരോരുത്തരുടെയും ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ആ നിരാസമാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയെ അവഗണിച്ചു കളയുന്ന ആ വേദനയാണ്. നാം ഓരോരുത്തരും അവിടുത്തെ മേലേൽപ്പിക്കുന്ന ആ മുറിപ്പാടുകൾ, ഈശോയുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതിലുള്ള ഈശോയുടെ വ്യഥ. ഇപ്രകാരം മാനസികമായ പീഡകൾ സഹിച്ചുകൊണ്ട് ഈശോ ആ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ആ നിമിഷങ്ങളെ നമുക്ക് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഓർമ്മിക്കാം. ഈശോ പറഞ്ഞല്ലോ, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? ഇതാ ഈ ഗത്സമേൻ മണിക്കൂർ നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കുന്ന മണിക്കൂറാണ്. പൂർണ്ണമായിട്ടും ഈശോയെ ശ്രദ്ധിച്ചുകൊണ്ട്, ഈശോയെ ശ്രവിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. നമ്മുടെ വിഷമതകളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് ഈ നിമിഷങ്ങളിൽ ശക്തി പകരട്ടെ. പീഡകൾ സഹിക്കാൻ, പ്രാർത്ഥിച്ച് ശക്തി സംഭരിക്കാൻ ഈശോ പരിശ്രമിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രയാസപ്പെടുന്ന നിമിഷങ്ങളിൽ, സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ഈശോയുടെ പീഡാസഹനത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാൻ
നമുക്ക് ഈ സമയം ഈശോയോട് കൃപ പ്രാർത്ഥിക്കാം. വിഷമ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന, പരാതി പറഞ്ഞകലുന്ന നമ്മുടെ മനോഭാവങ്ങളെക്കാൾ ഈശോയുടെ മനോഭാവങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ ആഗ്രഹിക്കാം. കുരിശിനെ ആശ്ലേഷിച്ച ഈശോ, ചുംബിച്ച് സ്വീകരിച്ച ഈശോ, സന്തോഷത്തോടെ പിതാവിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കി കുരിശെടുത്ത് മുന്നോട്ട് പോകാനുള്ള മാനസികമായ ശക്തി സംഭരിക്കുന്ന ഈശോ. അതെ, അവിടുന്ന് സ്വയം ശക്തനല്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ ഈശോ വിലപിച്ചപ്പോൾ നമ്മൾ വചനത്തിൽ വായിക്കുന്നു, അവിടുത്തെ ശക്തിപ്പെടുത്തുവാൻ ദൂതൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷമായി. ഈശോയെ ആർജിച്ച സ്വർഗീയമായ ഒരു ശക്തി പോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ ദുഃഖനിമിഷങ്ങളിൽ ഈശോയുടെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് ശക്തി സംഭരിക്കുവാനായിട്ട് നമുക്കും സാധിക്കണം. ഗത്സമേൻ തോട്ടത്തിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഈശോയിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കറിയാം, ഈശോ സ്നേഹിതന്മാരിൽ നിന്ന്, ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം അകന്നാണ് നിൽക്കുന്നത്. യഥാർത്ഥമായ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമുക്ക് നുകരണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കുറേ സമയമെങ്കിലും സ്നേഹിതന്മാരിൽ നിന്നും, പ്രിയപ്പെട്ടവരിൽ നിന്നും, എല്ലാ ബന്ധങ്ങളിൽ നിന്നും അകന്ന് ഈശോയോട് കൂടെ മാത്രമാകണം. ഈശോ പിതാവിനോട് കൂടെ മാത്രമായിരുന്നു. ഉറ്റവരുടെ സഹവാസമെല്ലാം അവിടുന്ന് വെടിഞ്ഞു. ഗത്സമേൻ തോട്ടത്തിൽ ഏകാന്തതയിൽ പീഡ സഹിക്കുന്ന ഈശോ, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവിടുത്തെ ആശ്വസിപ്പിക്കുന്നു. മൂകമായ ആ രാത്രിയിൽ പിതാവിൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്ന ഈശോ, രക്തം വാർന്നൊലിക്കുന്ന അവിടുത്തെ ആ മുഖം, വിയർപ്പിൽ കുളിച്ച്, രക്തത്തിൽ കുളിച്ച് ദൈവപിതാവിൻ്റെ തിരുഹിതം മനസ്സിലാക്കുന്ന ഈശോ, മരണം പോലപമാനം പെയ്ത മണിക്കൂറിൽ പ്രിയരെല്ലാം തള്ളി പറഞ്ഞു എന്നെ, ഒരുപോലെ അഭിഷേക തൈലമണിഞ്ഞോരും ഒന്നോടിയെത്തിയില്ലെൻ വേദനയിൽ, ജീവിച്ചിരിപ്പുണ്ടു എന്നു പോലുമൊന്ന് അന്വേഷിക്കാനായിട്ടാരുമില്ല. പാതാളത്തോളം ഞാൻ താഴുമ്പോഴും നാഥ അവരെല്ലാം ഉയരാനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം, ഈ ആരാധന മാത്രമാശ്വാസം. ഞാൻ ആരോടിതെല്ലാം പറയും. ഗത്സമേൻ തോട്ടത്തിൽ ഈശോ അനുഭവിച്ച മരണവേദന മനോപീഡ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെക്കുറിച്ചുള്ള, നമ്മുടെ ഓരോരുത്തരുടെയും നന്ദിഹീനതയെക്കുറിച്ചുള്ള ഒരു വേദനയായിരുന്നു. ഈ സമയം അതിനൊരു പരിഹാരം എന്ന വണ്ണം നമുക്ക് ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ, എൻ്റെ പാപങ്ങൾ കാരണം അവയ്ക്കെല്ലാം പരിഹാരമായി എന്നോടുള്ള സ്നേഹത്താൽ പീഡകളേറ്റ എൻ്റെ ഈശോ, ആ ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയവുമായിട്ട് നമുക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. എനിക്ക് വേണ്ടി ഒഴുകി വീണ അവിടുത്തെ അമൂല്യമായ രക്തത്തെ നമുക്ക് ഈ മണിക്കൂറിൽ ശേഖരിച്ചെടുക്കാം.
എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട ആ രക്തം, ആരാധ്യമായ ആ രക്തത്തെ നമുക്ക് സ്നേഹത്തോടെ ഉൾക്കൊള്ളാം. ഇന്നും ദിവ്യകാരുണ്യത്തിൽ ഈശോ പീഡ സഹിക്കുകയാണ്. എന്നെ കാത്തിരിക്കുന്ന ഈശോ എന്നെ കാണാത്തപ്പോൾ വേദനിക്കുകയാണ്. എന്നോടുകൂടെ ആയിരിക്കുവാൻ 1 മണിക്കൂർ നീ വരില്ലേ എന്ന് ചോദിക്കുന്ന ഈശോ, ആ ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു നൊമ്പരം നമുക്ക് ഈ മണിക്കൂറിലൊന്ന് ഏറ്റെടുക്കാം. ഈശോയെ, നിനക്ക് വേണ്ടി മറ്റെല്ലാം മാറ്റിവെക്കാൻ, എൻ്റെ ജീവിതത്തിന്റെ 1 മണിക്കൂർ നിനക്കായി തരാൻ ഇതാ ഈ മണിക്കൂറിൽ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് അങ്ങനെ ശക്തിപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ഞാൻ അങ്ങയോട് ചേർന്നിരിക്കുന്ന മണിക്കൂർ. അവിടുന്ന് വഹിക്കേണ്ടിയിരുന്ന കുരിശിന്റെ ഭാരം താങ്ങുവാൻ സ്വയമേവ ശക്തിയില്ലെന്നറിയുന്ന അവിടുന്ന് പിതാവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ചു. ഈശോയെ, എൻ്റെ ജീവിതത്തിന്റെ ഭാരം താങ്ങാൻ ഞാൻ പ്രയാസപ്പെടുമ്പോൾ അവിടുത്തെ മാതൃക സ്വീകരിച്ച് അവിടുത്തെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവിടുന്ന് ആശ്രയിച്ച് ശക്തി സംഭരിക്കുവാൻ എനിക്ക് നീ കൃപ തരണമേ. എൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ തന്നെ പരിഹാരം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും. എന്നാൽ ഈശോയെ, എൻ്റെ പ്രശ്നത്തെ നിന്റെ മുൻപിൽ കൊണ്ടുവന്നാൽ നീ അത് ഏറ്റെടുക്കുമെന്നും നീ അതിന് പരിഹാരം കാണുമെന്നും ഈശോയെ എനിക്കറിയാം. പലപ്പോഴും അത് ഞാൻ മറന്നു പോകുന്നു. ഞാൻ എൻ്റെ പ്രശ്നങ്ങളുമായി സംവദിക്കുന്നു. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സ്വയം പരിശ്രമിക്കുന്നു. അങ്ങേക്കാൾ ശക്തനാണെന്നും അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്നും എനിക്കറിയാമെങ്കിലും പലപ്പോഴും ഈശോയെ, എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് ഇടപെടുന്നത്. ഞാൻ തന്നെയാണ് എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കുന്നത്. കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സഹായം തേടാതെ എത്രയോ അവസരങ്ങൾ ഞാൻ കടന്നുപോയി. ഇതാ ഈ മണിക്കൂറിൽ ഞാൻ തിരിച്ചറിയുകയാണ്, അവിടുത്തെ കരം എൻ്റെ മേലുള്ളപ്പോൾ, അവിടുത്തെ സാന്നിധ്യം എന്നോട് കൂടെയുള്ളപ്പോൾ, അവിടുത്തെ ശക്തി എന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈശോയെ, എല്ലാം അവിടുന്ന് തന്നെ എനിക്ക് വേണ്ടി നിർവഹിക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ. കർത്താവെ, അവിടുന്ന് എന്നെ ശക്തനാക്കുമല്ലോ. എന്നെ അങ്ങ് ശക്തിപ്പെടുത്തുമ്പോൾ എനിക്കെല്ലാം സാധ്യമാവുമല്ലോ. പൗലോസ്ലീഹായുടെ ആ മനോഭാവം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസബോധ്യം ഈ മണിക്കൂറിൽ അവിടെ നിന്നിൽ പകരണമേ. കർത്താവെ, സ്വയം പ്രവർത്തിക്കുന്നവളാണ് ഞാൻ, സ്വയം തീരുമാനമെടുക്കുന്നവളാണ് ഞാൻ, എൻ്റെ ഇഷ്ടം വഴിക്ക് പോകുന്നവളാണ് ഞാൻ. കർത്താവെ, ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ ഹിതമാണ്, ഞാൻ തേടുന്നത് എൻ്റെ വഴികളാണ്, എൻ്റെ താല്പര്യങ്ങളാണ് എന്നെ നയിക്കുന്നത്. എന്നാൽ ഈ ഗത്സമേൻ തോട്ടത്തിൽ മുട്ടുകുത്തി നിൽക്കുന്ന, പിതാവിന്റെ ഹിതം നിറവേറുവാൻ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ സമീപേ നിൽക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്, കർത്താവെ, അങ്ങയുടെ ഹിതം എൻ്റെ വഴികളിൽ നിറവേറ്റുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ വഴികൾ എത്രയോ സുഗമമാകും, എൻ്റെ ജീവിതം എത്ര ലഘുവാകും. ഞാൻ ഭാരം വഹിക്കുന്നവളാണ്, ഞാൻ ഭാരം ചുമക്കുന്നവളാണ്. ഞാൻ കർത്താവെ പലപ്പോഴും തളർന്നു വീഴുകയാണ്, ഭാരം താങ്ങാനാവാതെ ക്ലേശിക്കുകയാണ്. എന്നാൽ ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ നിന്നുകൊണ്ട് നീ എന്നോട് പറയുകയാണല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ പക്കൽ വരുമെന്ന്. ഇതാ ഈശോയെ, മണിക്കൂറിൽ ഞാൻ നിന്റെ പക്കൽ വരുന്നു, നിന്റെ അടുക്കൽ ചേർന്നിരിക്കുന്നു. കർത്താവെ, മുഴുവൻ സമയവും മുഴുവൻ ദിനങ്ങളും നിന്നോട് ചേർന്ന് നിൽക്കുവാൻ, നിന്റെ കൂടെ ചരിക്കുവാൻ, നിന്നോട് ആശ്രയിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. ഈ ഗസമേൻ മണിക്കൂറിൽ ഞാൻ നിന്നോട് കൂടെ ആയിരിക്കുമ്പോൾ ഈശോയെ, നിന്റെ തിരുമനസ് നിറവേറ്റുവാനുള്ളൊരാഗ്രഹം എന്നിൽ നീ ജ്വലിപ്പിച്ചു തരണമേ. നിന്റെ തിരുഹിതത്തിന് എന്നെ തന്നെ സമ്പൂർണമായി അടിയറ വയ്ക്കുവാനായിട്ടുള്ള ഒരു കൃപ നീ യേശുവേ എനിക്ക് ദാനമായിട്ട് തരണമേ. കർത്താവെ, അവിടുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കണ്ടു തൻ്റെ വത്സല ശിഷ്യരിൽ ഒരാൾ തന്നെ ചുംബിച്ചുകൊണ്ട് മരണത്തിനായിട്ട് ഒറ്റിക്കൊടുക്കുന്ന നിമിഷം.
കർത്താവേ, യൂദാസ് അങ്ങയെ ഒറ്റിക്കൊടുക്കാൻ എത്തിയപ്പോൾ, അങ്ങയെ ചുംബിച്ചപ്പോൾ അങ്ങ് അവനെ സ്നേഹിത എന്ന് ചേർത്ത് വിളിച്ചു. സ്നേഹിത എന്ന് വിളിച്ചു. ഈശോയെ, ഞാനും എൻ്റെ ജീവിതത്തിൻ്റെ പല വേദികളിലും അങ്ങയുടെ മുഖം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അങ്ങയെ വഞ്ചിച്ചൊറ്റിക്കൊടുക്കുന്ന നിമിഷങ്ങളുണ്ട്. കർത്താവേ, അങ്ങയെ ഞാൻ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെ തന്നെ ഞാൻ അങ്ങയെ തള്ളിപ്പറയുന്ന നിമിഷങ്ങളുണ്ട്. എന്നാൽ ഈശോയെ, ഈ സമയം അങ്ങയോട് വിട്ടകലാതെ ഞാൻ ചേർന്ന് നിൽക്കുകയാണ്. അങ്ങയോട് ഞാൻ ചേർന്ന് നിൽക്കുന്നത് അങ്ങയെ ഒറ്റിക്കൊടുക്കാനല്ല, അങ്ങയെ ആശ്വസിപ്പിക്കാനാണ്. തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, എന്നെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ ചുറ്റും നോക്കി, ആരെയും ഞാൻ കണ്ടില്ല. സങ്കീർത്തനത്തിലെ ആ വിലാപം ഈശോയെ ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ ഞാൻ കേൾക്കുകയാണ്. എന്നെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ? അതെ ഈശോ, ഞാനുണ്ട് ഈ മണിക്കൂറിൽ അങ്ങയെ ആശ്വസിപ്പിക്കുവാൻ. ഈശോയെ, പലപ്പോഴും അങ്ങയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും, അങ്ങയെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിലും, അങ്ങയെ വിട്ടോടിപ്പോയിട്ടുണ്ടെങ്കിലും, ഈ മണിക്കൂറിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തെ അങ്ങയ്ക്ക് നൽകുവാൻ പൂർണ്ണമായിട്ടും അങ്ങയോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. ഈശോയെ, അങ്ങയുടെ ഹൃദയത്തെ ഞാനൊന്ന് ആശ്വസിപ്പിക്കാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഈ സ്നേഹം ഞാൻ അങ്ങേക്ക് തരട്ടെ. ഈശോ, പൂർണ്ണമായ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിച്ച് ആരാധിക്കുകയാണ്. ഈശോയെ, പൂർണ്ണമായിട്ടും അങ്ങയുടെ സാന്നിധ്യം ഈ കുദാശയിൽ ഞാൻ അനുഭവിക്കുകയാണ്. ഒട്ടും മാറ്റിവെക്കാതെ പൂർണ്ണമായും എനിക്കായി നൽകിയ ആ സ്നേഹ സാന്നിധ്യം ഈ കുദാശയിൽ ഞാൻ കാണുന്നു. ഈശോ, നിന്റെ ഹൃദയത്തിന്റെ അവസാന തുള്ളി രക്തം പോലും നീ എനിക്കായി ചിന്തിത്തന്നു. ഈശോയെ, നീ സഹിച്ച പീഡകള്, നീ ഏറ്റ ചമ്മട്ടിയടികള്, നീ അനുഭവിച്ച വേദന, നിന്റെ ശിരസിൽ മുൾക്കിരീടമണിഞ്ഞപ്പോൾ, ചാട്ടവാറുകൾ നിന്റെ ദേഹത്ത് വീണപ്പോൾ നീ അനുഭവിച്ച നൊമ്പരം, ഈശോയെ, ഈ മണിക്കൂറിൽ ഞാനൊന്ന് ഓർത്തെടുക്കുകയാണ്. ആ വേദന ഈശോയെ എൻ്റെ ജീവിതത്തിൽ ചെറു സഹനങ്ങളായി, ചെറിയ പ്രതിസന്ധികളായി നീ എനിക്ക് തരുമ്പോൾ, കർത്താവേ, ഞാൻ തളർന്നു പോകുന്നു. ഈശോയെ, നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിന് ആവശ്യമായ ശക്തി സംഭരിക്കാനാണ് ഞാൻ അങ്ങയുടെ മുൻപിലായിരിക്കുന്നത്. ഈ ഒരു മണിക്കൂർ എൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയായിട്ട് ഞാൻ തിരിച്ചറിയുകയാണ്. ഗെത്സമേൻ തോട്ടത്തിൽ അങ്ങനുഭവിച്ച മനോവേദന എന്നോടുള്ള സ്നേഹത്താൽ അവിടുന്ന് ഏറ്റെടുത്ത ആ പീഡാസഹനങ്ങൾ, അവിടുന്ന് നടന്ന ആ കുരിശിൻ്റെ വഴി, അവിടുന്ന് ഏറ്റെടുത്ത കുരിശിലെ മരണം, ഈശോയെ, ഇതെല്ലാം ഈ ദിവ്യകാരുണ്യ തിരുമുൻപിലായിരുന്നു കൊണ്ട് ഞാൻ കാണുകയാണ്. എല്ലാറ്റിനും ഈശോയെ, ഹൃദയം കൊണ്ട് ഞാൻ അങ്ങയോട് നന്ദി പറയുകയാണ്. എനിക്ക് വേണ്ടി മുറിവേറ്റ ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി ചമ്മട്ടിയടിയേറ്റ ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി രക്തം വാർന്ന ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി മുൾക്കിരീടമണിഞ്ഞ ഈശോ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി മരണം വരിച്ച ഈശോ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ഇന്നും ജീവിക്കുന്നവനായി ഈ ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് സന്നിഹിതനായിരിക്കുമ്പോൾ, ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ ചൂടുള്ള സ്നേഹം ഞാൻ അങ്ങേക്ക് നൽകുകയാണ്. ഈശോയെ, എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ,
മുഴുഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ ഞാൻ വെമ്പുകയാണ് ഈശോ. താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, കാൽവരി മലയുടെ വിരിമാറിൽ നിന്നും അലയടിച്ചുയരുന്ന കാരുണ്യമേ, കഴുകണമേ എന്നെ, കരുതണമേ, കരം പിടിച്ചെന്നെ നടത്തേണമേ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. താഴമേശയിൽ നിന്നും അപ്പമായി തീരുന്ന കാരുണ്യമേ, അന്ത്യത്തോളം കൂടെ വസിക്കാൻ ഭോജ്യമായി മാറുന്ന കാരുണ്യമേ, നിറയണമേ എന്നിൽ, അലിയണമേ, അങ്ങേതായി മാറ്റണേ ഈശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ബലിവസ്തുവോടൊപ്പം ബലിയായി തീരുവാൻ ബലമേകിടേണേ തമ്പുരാനേ. ജീവിതയാത്രയിൽ തിരുപ്പാതേയമായി രക്തശരീരങ്ങൾ ബലമാകട്ടെ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഓ ഈശോയെ, അങ്ങയുടെ സമീപത്തായിരുന്നു കൊണ്ട് ഗെത്സമേൻ തോട്ടത്തിൽ അവിടുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച നിമിഷങ്ങളെ ധ്യാനിക്കുമ്പോൾ ഈശോയെ, അങ്ങ് എന്തെല്ലാം പാഠങ്ങളാണ് എന്നെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലേക്കും പ്രാർത്ഥനാപൂർവമായ ഒരുക്കത്തോടുകൂടെ വേണം പ്രവേശിക്കുവാനെന്ന്, മുന്നൊരുക്കത്തോടും തയ്യാറെടുപ്പോടും കൂടി വേണം ജീവിതത്തിൻ്റെ പ്രധാന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാനെന്ന് അവിടുന്ന് എനിക്ക് മാതൃക കാണിച്ചു തരികയാണ്. അവിടുന്ന് പൂർത്തീകരിക്കേണ്ട
ആ കുരിശുമരണത്തെ, അവിടുന്ന് ഏറ്റെടുക്കേണ്ട ആ പീഡാസഹനത്തെ എത്രമാത്രം ഉത്തരവാദിത്വത്തോടും ദൗത്യബോധത്തോടും കൂടെ, എത്രമാത്രം തയ്യാറെടുപ്പോടുകൂടിയാണ് അവിടുന്ന് ഏറ്റെടുക്കുന്നത്. പ്രാർത്ഥനയിലൂടെ തന്നെ ശക്തനാക്കുവാൻ, ദൈവപിതാവിൽ നിന്ന് ശക്തി സംഭരിക്കുവാൻ അവിടുന്ന് ഗത്സമേൻ തോട്ടത്തിലേക്ക് വന്നു. പ്രാർത്ഥനയിൽ മുഴുകി പിതാവിൻ്റെ ഹിതത്തിനൊത്ത് തൻ്റെ മനസ്സിനെ ചേർത്തു വെച്ചു. ഈശോയെ, ഇതിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ. ഞങ്ങളുടെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ തിരുഹിതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കേണ്ടതേ എന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നല്ലോ. രക്തം വിയർത്തുപോലും പ്രാർത്ഥിച്ച അവിടുത്തെ ആ മാതൃക, കർത്താവേ, എത്ര സഹനങ്ങൾക്കിടയിലും എത്ര നൊമ്പരങ്ങൾക്കിടയിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാവട്ടെ. കർത്താവേ, അവിടുന്ന് ഇടയ്ക്ക് തൻ്റെ ശിഷ്യരുടെ അടുത്തേക്ക് വന്ന് അവരുടെ സാന്ത്വനം ആഗ്രഹിച്ചു. മാനുഷികമായ സഹായവും പ്രോത്സാഹനവുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പലപ്പോഴും ഞങ്ങളും ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് തിരിയാറുണ്ട്. മാനുഷികമായ സഹായങ്ങളും പ്രോത്സാഹനങ്ങളുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും മനുഷ്യരുടെ പക്കലേക്ക് പോകുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള സഹായം സ്വീകരിക്കുവാൻ ഞങ്ങൾ മനസ്സാകുന്നില്ല. ഈശോയെ, അവിടുന്ന് ശിഷ്യന്മാരോട് മാനുഷികമായ രീതിയിൽ തന്നോടൊപ്പം സഹതപിക്കാൻ ആവശ്യപ്പെട്ടു. ഈശോയെ, തൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ തന്നോടൊപ്പം ഉണർന്നിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. എന്തിനാണ് അവിടുന്ന് അങ്ങനെ ആഗ്രഹിച്ചത്? അവിടുന്ന് മുൻകൂട്ടി സൂചിപ്പിച്ചതുപോലെ പ്രലോഭനത്തിൽ അവർ ഉൾപ്പെടാതിരിക്കാൻ, ദുർഘട സമയത്ത് അവർ അശക്തരായി പോകാതിരിക്കാൻ, അവർ തങ്ങളുടെ ബലഹീനതയെ അതിജീവിക്കാൻ ശക്തി സംഭരിക്കാനായിട്ടാണ് അവരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ആവശ്യപ്പെട്ടത്. ഒരുപക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ അവിടുത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അവർ സ്വയം ശക്തരാകുന്നതിനാണ് അവരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അവിടുന്ന് ആവശ്യപ്പെട്ടത്. തൊട്ടടുത്ത നിമിഷം, പീഡയുടെ ആ നിമിഷത്തിൽ മാരകമായ ഭയം അവരെ അലട്ടിയപ്പോൾ ഈശോ ബന്ധിക്കപ്പെട്ടതുപോലെ തങ്ങളും പിടിക്കപ്പെടുമെന്നുള്ള ഒരു ചിന്ത അവരിൽ വന്നപ്പോൾ ഈശോയെ വിട്ട് അവരോടിപ്പോയി. ഓ ഈശോയെ, അവിടുന്ന് ഏകനായി. അവിടുന്നും അവരെ ഓടിപ്പോകുവാൻ അനുവദിച്ചു. കർത്താവേ, ഞങ്ങളും ഇങ്ങനെയാണ്. ജീവിതത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചാലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അങ്ങയെ വിട്ട് ഞങ്ങളും ഓടിപ്പോവുകയാണ്. ഈശോയെ, അങ്ങയുടെ ശിഷ്യന്മാർ പിടിക്കപ്പെടാതിരിക്കാൻ അങ്ങ് അവരെ ഓടിപ്പോകാൻ അനുവദിച്ചു. അവിടുന്ന് പടയാളികളോട് പറഞ്ഞു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇതാ എന്നെ ബന്ധിച്ചുകൊള്ളുക, എന്നാൽ ഇവരെ വെറുതെ വിട്ടേക്കുക. അവരെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പിടിക്കപ്പെടാതിരിക്കാൻ അവരുടെ സുരക്ഷിതത്വം ആ മണിക്കൂറിൽ പോലും അവരുടെ സുരക്ഷിതത്വം അവിടുന്ന് ഉറപ്പാക്കുകയാണ്. ഈശോയെ, അവിടുന്ന് സ്വയം ബലിയാകുകയായിരുന്നു, സ്വയം പിടിക്കപ്പെടാൻ അനുവദിക്കുകയായിരുന്നു. അവിടുത്തേക്ക് വരാതിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നു. തന്നെ ബന്ധിക്കുവാനായിട്ട് അവർ വന്നപ്പോൾ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കുവാൻ അവിടുത്തേക്ക് സാധിച്ചു. അവിടുത്തെ സമചിത്തത, ഈശോയെ, എനിക്കെത്ര മാതൃകയാണ്. ആ സാഹചര്യത്തിൽ
അങ്ങയുടെ ശ്രേഷ്ഠ ശിഷ്യനായ പത്രോസ് തൻ്റെ വാളൂരി പ്രധാനാചാര്യൻ്റെ സേവകനെ വെട്ടിയപ്പോഴും കർത്താവെ, അവൻ്റെ ഛേദിക്കപ്പെട്ട ആ സേവകന്റെ ചെവി എടുത്തു വെച്ചുകൊണ്ട് അവനെ സുഖപ്പെടുത്തുകയായിരുന്നുവല്ലോ. സ്വയം മറന്ന് മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനയായി ഏറ്റെടുത്ത ഈശോ സൗഖ്യത്തിൻ്റെ കരസ്പർശം ആ നിമിഷങ്ങളിൽ പോലും നൽകുവാൻ തക്കവിധം അവിടുന്ന് സമചിത്തതയുള്ളവനായിരുന്നു. അവിടുത്തെ വ്യസനകരമായ പീഡകളുടെ ആരംഭത്തിൽ തന്നെ വിസ്മയനീയമായ രീതിയിൽ അവിടുന്ന് അവിടുത്തെ ദൈവിക സ്വഭാവം പ്രകടമാക്കി. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. സ്നേഹമേ, ഓ എൻ ദൈവമേ, എൻ സ്നേഹമേ. ഈശോ ഈശോ, നീ എൻ ഹൃദയം തേടുന്നൊരു കൂട്ടായി വരണേ വരണേ. ഈശോ ഈശോ, നീ എന്നാനന്ദനാളമായ ആത്മാവിൻ ലഹരിയായി വരണേ. ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം, കടൽ പോലെ ഒഴുകുന്നു കൃപയായി നിൻ കാരുണ്യം. ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം, കടൽ പോലെ ഒഴുകുന്നു കൃപയായി നിൻ കാരുണ്യം. ഈശോ നാഥ, സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. ഈശോ ഈശോ, നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. ഓ എൻ ദൈവമേ, എൻ സ്നേഹമേ, ഓ എൻ ദൈവമേ, എൻ സ്നേഹമേ. ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം, കടൽ പോലെ ഒഴുകുന്നു കൃപയായി നിൻ കാരുണ്യം. ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം, കടൽ പോലെ ഒഴുകുന്നു കൃപയായി നിൻ കാരുണ്യം. ഓ എൻ ദൈവമേ, എൻ സ്നേഹമേ, ഓ എൻ ദൈവമേ, എൻ സ്നേഹമേ. ഓ എൻ ദൈവമേ, എൻ സ്നേഹമേ, ഓ
പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു.